ഇപ്പോൾ ഏകദേശം കാര്യങ്ങളുടെ തീരുമാനമായിരിക്കുന്നു. മന്ത്രിമാരാരൊക്കെ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിരിക്കുന്നു. ഇനി വകുപ്പുകൾ കൂടി അറിയേണ്ടതുണ്ട്. എന്തായാലും ഒരു പരിഭവമില്ലാതെയാണോ ഇപ്പോൾ ഈ പട്ടികയിലേക്ക് UDF എത്തിച്ചേർന്നിരിക്കുന്നത്? രാജേഷ്, ആകാംക്ഷയോടുകൂടി കേരളം കാത്തിരുന്നതാണ് ഈ മന്ത്രിസഭയിൽ ആരൊക്കെ ഉണ്ടാകുമെന്നതിനെക്കുറിച്ച്. അതിന് ഉത്തരം വൈകുന്നേരത്തോടുകൂടി ലഭിച്ചിരിക്കുകയാണ്. വൈകുന്നേരത്തോടു കൂടിയാണ് ഗവർണറെ കണ്ട ഈ പത്രിക അല്ലെങ്കിൽ ഈ പട്ടിക സമർപ്പിച്ചതിന് ശേഷം നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ മാധ്യമങ്ങളെ കണ്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിച്ചിരിക്കുന്നത്. മന്ത്രിസഭയിൽ നിരവധി പുതുമുഖങ്ങളുണ്ട് എന്ന് തന്നെ അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. സ്ത്രീ പ്രാതിനിധ്യം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ പട്ടിക പൂർത്തിയാക്കിയിരിക്കുന്നത്. നിരവധിയായിട്ടുള്ള ആളുകൾ, അതായത് അർഹതപ്പെട്ട നിരവധി ആളുകളുണ്ട്. അവരെ ഉൾക്കൊള്ളിക്കാൻ കഴിയാതെ വന്നതിൽ തനിക്ക് അതിയായ സങ്കടമുണ്ട്. പല ഘടകങ്ങൾ പരിശോധിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലൊരു പട്ടിക രൂപീകരിച്ചിരിക്കുന്നത് എന്നുള്ളതായിരുന്നു അദ്ദേഹം നൽകിയിരുന്ന വിശദീകരണം. എന്തായാലും സ്ത്രീ പ്രാതിനിധ്യം, ഒപ്പം തന്നെ യുവാക്കളുടെ പ്രാതിനിധ്യം തുടങ്ങിയിട്ടുള്ള നിരവധി കാര്യങ്ങൾ പരിഗണിക്കുന്നു. സാമുദായിക സമവാക്യങ്ങൾ പരിഗണിക്കുന്നു. ആ നിലയ്ക്കെല്ലാം തന്നെ ഉള്ള കാര്യങ്ങൾ തീർപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും സമയമെടുത്തത് എന്ന് തന്നെയാണ് ഇതിൽ നമുക്ക് വായിച്ചറിയാൻ കഴിയുന്നത്. എന്തായാലും എല്ലാവരും ഉറ്റുനോക്കിയിരുന്ന ആ ചോദ്യത്തിന് ഉത്തരമായിരിക്കുന്നു എന്നുള്ളതാണ്. 11 മന്ത്രിമാരാണ് കോൺഗ്രസ് നിന്നുള്ളത്, 5 മന്ത്രിമാർ ലീഗിൽ നിന്നുമാണ്. ലീഗിൽ നിന്നുള്ള മന്ത്രിമാരെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നത്. അതിന് തൊട്ട് പിന്നാലെയാണ് കോൺഗ്രസിലെ മന്ത്രിമാരെ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും അതാര് എന്നുള്ളത് അതിനും ഉത്തരവും നൽകിയിരിക്കുന്നു. സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനും വരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് വരുമ്പോൾ അതൊരു ചരിത്രത്തിന്റെ കൂടി ആവർത്തനമാണ് എന്ന് തന്നെ പറഞ്ഞു വെക്കേണ്ടി വരും. കാരണം നഫീസ് ബീവിക്ക് ശേഷം പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ ഒരു വനിതാ ഡെപ്യൂട്ടി സ്പീക്കർ വരുന്നത് എന്നതും ചരിത്രത്തിന്റെ ഭാഗമായി തന്നെ അടയാളപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഈ പ്രഖ്യാപിക്കപ്പെട്ട മന്ത്രിമാരുടെ പേരുകൾ ഇങ്ങനെയാണ്: രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, AP അനിൽകുമാർ, PC വിഷ്ണുനാഥ്, റോജി M ജോൺ, ബിന്ദു കൃഷ്ണ, M ലിജു, T സിദ്ദിഖ്, KA തുളസി, OJ ജനീഷ് എന്നിവരാണ് കോൺഗ്രസ് മന്ത്രിസഭയിലേക്ക് എത്തുന്നവർ. ഇതിൽ കൂടുതലും പുതുമുഖങ്ങളാണ് എന്നതും യുവാക്കളാണ് എന്നതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഘടകകക്ഷികളിൽ നിന്നും CP ജോൺ CMB യിൽ നിന്നും അദ്ദേഹം മന്ത്രിയായിട്ടെത്തുന്നു. മോൻസി ജോസഫ് കേരള കോൺഗ്രസ് നിന്നും മന്ത്രിയായിട്ടെത്തുന്നു. അനൂപ് ജേക്കബ് കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിൽ നിന്ന് മന്ത്രിയായി എത്തുന്നു. ഷിബു ബേബി ജോൺ RSPയിൽ നിന്ന് മന്ത്രിമാരായെത്തുന്നു. അങ്ങനെയാണ് ബാക്കി, അതായത് ലീഗിന്റെ 5 മന്ത്രിമാർ ഇതിനോടൊപ്പം തന്നെ പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ലീഗിന്റെ 5 മന്ത്രിമാർ അവരുടെ പേരുകൾ പരിശോധിച്ചാൽ അത് PK കുഞ്ഞാലിക്കുട്ടി, N ഷംസുദ്ദീൻ, KM ഷാജി, PK ബഷീർ, EV അബ്ദുൽ ഗഫൂർ എന്നിവരാണ് മന്ത്രിമാരായി ഉണ്ടാവുക. മണിക്കൂറുകൾ നീണ്ട കൂടിക്കാഴ്ചകളും ചർച്ചകളും എല്ലാം തന്നെ ഈ അവസാന മണിക്കൂറുകളിൽ നമ്മൾ കണ്ടതാണ്. അവസാനം അനൂപ് ജേക്കബ് ഒപ്പം തന്നെ മാണി സി കാപ്പൻ ഇവർ തമ്മിൽ ഉള്ള ഒരു ധാരണയിലേക്ക് എത്തുക എന്ന് തന്നെയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഉണ്ടായിരുന്നത്. അതിലുൾപ്പെടെ ഒരു ധാരണ വരുത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പട്ടിക തയ്യാറാക്കി അത് പൂർത്തീകരിച്ചിരിക്കുന്നത്. ടേം വ്യവസ്ഥ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ആ ഒരു ചോദ്യത്തോട് നിയുക്ത മുഖ്യമന്ത്രി അദ്ദേഹം അത് ഇല്ല എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടില്ല. അതിൻ്റെയൊക്കെയും വിശദമായിട്ട് പിന്നീട് സംസാരിക്കാം. ഒപ്പം തന്നെ വകുപ്പുകളുടെ കാര്യവും അത് നാളെയോടുകൂടിയായിരിക്കും അതിൽ ധാരണയുണ്ടാവുക. ഏതാണ്ടൊക്കെ ഒരു ധാരണയാക്കിയിട്ടുണ്ട്. ഇനി ചില ചർച്ചകൾ കൂടി ആവശ്യമാണ്. അതിൽ കൂടി ചർച്ചകൾ പൂർത്തിയാക്കി നാളെ ഗവർണർക്ക് നൽകും. അത് ഗസറ്റിൽ പരസ്യപ്പെടുത്തുകയാണ് അത് ചെയ്യുക. അപ്പോൾ നിങ്ങൾ വീണ്ടും വിസ്മയങ്ങൾ കാണും എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഒപ്പം തന്നെ സാമുദായിക സമവാക്യങ്ങൾ പാലിക്കുന്നത് ആയി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ശിവഗിരി മഠത്തിന്റെ അഭിപ്രായങ്ങളൊക്കെ തന്നെയും ഉണ്ടായിരുന്നു. ജയിച്ചു വന്ന മഠവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന 9 പേരുണ്ട്. അവരിൽ 6 പേരെങ്കിലും മന്ത്രിസഭയിലേക്ക് വരേണ്ടതുണ്ട് എന്നുള്ളൊരു ആവശ്യം മഠം ആയി ബന്ധപ്പെട്ട ആ നിലയ്ക്കുള്ള ഒരു ആവശ്യം ഉയർന്നു വന്നിരുന്നു. അതിനോടുള്ള പ്രതികരണത്തെക്കുറിച്ച് അദ്ദേഹം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ഒരു ആവശ്യം തന്നെ മുന്നിൽ വെച്ചിട്ടില്ല എന്നതായിരുന്നു. എന്നാൽ ആ നിലയ്ക്കുള്ള പ്രതികരണമാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നും സൂചിപ്പിച്ചിരുന്നു. എന്തായാലും ശ്രീനാരായണീയരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണമാണെങ്കിൽ അല്ലെങ്കിൽ പ്രാതിനിധ്യമാണെങ്കിൽ മുഖ്യമന്ത്രിയേക്കാൾ വലിയ ഒരു ശ്രീനാരായണൻ ഇല്ല എന്നതായിരുന്നു അദ്ദേഹത്തിന് അതിനോടുള്ള ഒരു പ്രതികരണം എന്ന് പറയുന്നത്. അങ്ങനെ സാമൂഹികവും പ്രാദേശികവുമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും കൃത്യമായി പരിശോധിച്ച ശേഷമാണ് കോൺഗ്രസ് ഇത്തരം ഒരു പട്ടിക പൂർത്തിയാക്കിയിരിക്കുന്നത് എന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. പാർട്ടിക്കായി അധ്വാനിച്ച ഈ മന്ത്രിസ്ഥാനത്തിന് യോഗ്യതയുണ്ടായിരുന്ന നിരവധി ആളുകളുണ്ട്. അവരൊക്കെയും ഈ സാമുദായിക സമവാക്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കുന്ന ഘട്ടത്തിൽ പുറത്തായി പോയവരാണ് എന്നുള്ള കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള ചർച്ചകളൊക്കെ തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കേരള കോൺഗ്രസ് ആ ഘട്ടത്തിൽ അവർ പറഞ്ഞിരുന്നത് അവർക്ക് 2 മന്ത്രിസഭയിൽ 2 അംഗങ്ങൾ ഉണ്ടാകണമെന്നതായിരുന്നു ആവശ്യമായി അവർ ഉന്നയിച്ചിരുന്നത്.
എന്തായാലും ആ ആവശ്യം ഉൾപ്പെടെ അല്ലെങ്കിൽ അതുവരെ ചർച്ചയ്ക്ക് വരികയും ഒടുവിൽ കേരള കോൺഗ്രസ് അതിനോട് മയപ്പെടുന്ന ഒരു നില വരികയും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുകയും ചെയ്തതോടുകൂടി കാര്യങ്ങളൊക്കെ തന്നെ ഒരുമാതിരി സ്മൂത്തായി തന്നെ പര്യവസാനിക്കുന്ന നിലയിലേക്ക് എത്തുകയായിരുന്നു. ഏറ്റവും അവസാനം മാണി സി കാപ്പനും അനൂപ് ജേക്കബും തമ്മിലുള്ള ചർച്ച തന്നെയായിരുന്നു. എന്തായാലും അതിൽ ടേം വ്യവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് രാജേഷ്. ലീഗിന്റെ കാര്യത്തിലും ടേം വ്യവസ്ഥയുണ്ട്. സ്വാഭാവികമായും കോൺഗ്രസിലും അതിന് സമാനമായ രീതിയിലുള്ള ഒരു ടേം വ്യവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതിലൊക്കെയും വ്യക്തത ഈ ഗസറ്റ് വരുന്ന ഘട്ടത്തിലായിരിക്കും വ്യക്തമാവുക. രാജേഷ്, എബി, ഒരു കാര്യം കൂടി, ഈ നാളെയാണല്ലോ സത്യപ്രതിജ്ഞ. അതിൻ്റെ ഒരുക്കങ്ങൾ എത്രത്തോളമായി? അതിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഇന്ന് ഉച്ച മുതലേ തുടങ്ങിയിരിക്കുന്നു. ഗതാഗത നിയന്ത്രണമൊക്കെ ഉണ്ടല്ലോ. തീർച്ചയായും വലിയ ഗംഭീരമായി തന്നെയുള്ള ഒരു പരിപാടി തന്നെയാണ് നാളെ അതിനായി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. 12,000 പേർക്ക് കൃത്യമായ രീതിയിൽ പാസ് നൽകിക്കൊണ്ട് അകത്ത് പ്രവേശിപ്പിക്കും. ഒപ്പം തന്നെ ടൗണിൽ 6 ഇടങ്ങളിലായി, പ്രധാനപ്പെട്ട 6 ഇടങ്ങളിലായി വലിയ LED സ്ക്രീനുകൾ ക്രമീകരിക്കുകയും അതിൽ ആളുകൾക്ക് ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് കാണുന്നതിനുള്ള അവസരം ഒരുക്കുകയും ചെയ്യും. മികച്ച സുരക്ഷാ സംവിധാനങ്ങളോടുകൂടി തന്നെയായിരിക്കും ഈ പരിപാടികളൊക്കെ തന്നെയും ഉണ്ടാവുക. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കും. വിജയ് പങ്കെടുക്കുന്ന കാര്യത്തിൽ അത് ഉണ്ടാവില്ല. അദ്ദേഹം നാളത്തെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം വന്നിരിക്കുകയാണ്. ഒപ്പം തന്നെ DK ശിവകുമാർ, സിദ്ധരാമയ്യ, രേവന്ത് റെഡ്ഡി തുടങ്ങിയിട്ടുള്ള മുഖ്യ ആളുകളൊക്കെ തന്നെയും പങ്കെടുക്കും. ഒപ്പം മല്ലികാർജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, ഒപ്പം തന്നെ പ്രിയങ്ക ഗാന്ധി തുടങ്ങിയ നേതാക്കളും ഈ ചടങ്ങിൻ്റെ പ്രധാനപ്പെട്ട അംഗങ്ങളായി തന്നെ ഉണ്ടാവും. മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന പിണറായി വിജയൻ, ഒപ്പം തന്നെ രാജു ചന്ദ്രശേഖർ, ബിനോയ് വിശ്വൻ തുടങ്ങിയിട്ടുള്ള നേതാക്കളും സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കാളികളാകുമെന്നുള്ളതാണ് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഈ 12,000 പേർക്ക് പുറമെ ബാക്കിയുള്ള ആളുകൾ, അതായത് പാസ് ഉള്ള ആളുകളെ ആദ്യം പ്രവേശിപ്പിക്കും. അതിനുശേഷം ബാക്കിയുള്ള പൊതുജനങ്ങൾക്കും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി സ്റ്റേഡിയത്തിലേക്ക് പ്രവേശനം അനുവദിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പാസ് ഉള്ള ആളുകൾ അതിന് പ്രത്യേകമായിട്ടുള്ള കവാടമുണ്ടാകും, അതിലൂടെയാകും അകത്തേക്ക് പ്രവേശിക്കുക. അതിനുശേഷം ബാക്കിയുള്ള ആളുകൾക്കും സ്റ്റേഡിയത്തിലേക്ക് പ്രവേശനം ഉണ്ടാകും. എത്ര വലിയ ആളുകൾ വന്നാലും അവരെയും ഉൾക്കൊള്ളുന്നതിന് രീതിയിലുള്ള ഒരു പന്തലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ടൗണിൽ 6 ഇടങ്ങളിലായി LED വാളുകൾ സ്ഥാപിക്കുകയും അവിടങ്ങളിൽ ഇതിന്റെ ലൈവ് ടെലികാസ്റ്റ് നടത്തുകയും ചെയ്യും. ആ നിലയ്ക്കും ആളുകൾക്ക് സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാനുള്ള സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. രാജേഷ്.